അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ ത്വീൻ. വസ്സലാത്തു വസ്സലാമു അലാ സ്വാദിഖിൽ മസ്ദൂഖീൻ വസയ്യിദിൽ മഖ്ലൂഖീൻ റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസുരിയാതിഹിൽ ഫായിസീൻ ബിറിദല്ലാഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. വിശുദ്ധ വിശ്വാസികളെ, നന്മ വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണ പരമ്പരയിലെ ഒരു ദിനത്തിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സംഘാടകർക്കും ഇതുമായി ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ലോകാവസാനം ഒരു ചെറിയ വിചിന്തനം എന്നുള്ള വിഷയത്തിലാണ് സംസാരിക്കുന്നത്. സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് വളരെ ലളിതവും സരളവുമായ രൂപത്തിൽ വിഷയത്തെ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെയെല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിമായ മനുഷ്യൻ വിശ്വസിക്കൽ അനിവാര്യമായ ഒരു കാര്യമാണ് ലോകാവസാനം എന്നുള്ളത്. ആയതിനാൽ തന്നെയാണ് ഈമാനിൻ്റെ 6 കാര്യങ്ങളിൽ ഒരു കാര്യമായിട്ട് അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ ഗൗരവം ഇനി മറ്റുള്ള ഹദീസുകൾ കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ സൂചിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. എല്ലാ കാര്യങ്ങളും നശ്വരമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. അതിൻ്റെ സുപ്രധാന തെളിവും കൂടിയാണ് ലോകാവസാനം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു ആയത്തുണ്ട്, കുല്ലു മൻ അലൈഹാ ഫാൻ. ഭൂമുഖത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നശിച്ചു പോകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു മാത്രം അവശേഷിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയ ആശയം തന്നെ നൽകുന്ന ഒരായത്ത്. എല്ലാം നശിച്ചു പോകും, ഭൂമുഖത്ത് ഒന്നും ബാക്കി ഉണ്ടാവില്ല. മലക്കുകൾ പോലും അള്ളാഹുവിന് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു സന്ദർഭമാണ് ലോകാവസാനം. ഈ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ അങ്ങോളം ഇങ്ങോളം വളരെയധികം ആവർത്തിച്ചു പറഞ്ഞ, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്ന തരത്തിൽ പലതരം ആയത്തുകളിലൂടെ വിശദീകരിച്ചൊരു കാര്യമാണ് അന്ത്യനാൾ. വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും, സൂറത്തുൽ വാഖിയയുടെ തുടക്കത്തിൽ അടക്കം ഇദാ വഖഅത്തിൽ വാഖിയ, അന്ത്യദിനം സംഭവിച്ചാൽ എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്. അൽ ഖാരിഅതു മൽ ഖാരിയ, ഇന്നാലിന്ന ദിവസത്തിൽ വരാൻ പോകുന്ന മഹത്തായിട്ടുള്ള ഭയങ്കര സംഭവത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തറിയുമെന്നുള്ള ഒരു ആയത്ത്. യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ്, വിശുദ്ധമായിട്ടുള്ള ഖുർആനിൻ്റെ ഒരു ആയത്തും കൂടിയാണത്. ആ ദിവസം, അന്നേ ദിവസം മനുഷ്യർ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെയാകുമെന്നുള്ള ഒരായത്ത്. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്, പർവ്വതങ്ങൾ പോലും കടയപ്പെട്ട രോമങ്ങളെ പോലെ പാടി നടക്കുന്ന അത്രക്കും ഭീതിജനകമായിട്ടുള്ള ഒരു നാളായിരിക്കും അന്ത്യനാളെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഇങ്ങനെ തുടങ്ങി. വഖാലൽ ഇൻസാനു മാ ലഹാ വൈദ ശംസു കുവ്വിറത് വൈദൽ ഖുബൂർ ബുഅ്സിറത്, അങ്ങനെ തുടങ്ങി അനവധി ആയത്തുകൾ ലോകാവസാനത്തെ സൂചിപ്പിക്കുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത്തരത്തിലുള്ള അനവധി ആയത്തുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തിയ, സംഭവിക്കുമെന്ന് ഉറപ്പു തന്ന ഒരു കാര്യമാണ് കുല്ലു മൻ അലൈഹാ ഫാൻ, സർവ്വതും നശിച്ചു പോകുന്ന, സർവ്വകാര്യങ്ങളും ഇല്ലാതാകുന്ന ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ബുഇസ്തു വ അന വസ്സഅത് ഹാതൈൻ. 2 വിരലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിക്കൊണ്ട്, അടുപ്പിച്ച് പിടിച്ചുകൊണ്ട്, ചൂണ്ടുവിരലും നടുവിരലും വെച്ചുകൊണ്ട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും അന്ത്യദിനവും ഈ 2 വിരൽ പോലെ വളരെ അടുത്തതായിട്ടാണ് എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. അതായത് ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ അവസാന പ്രവാചകനായിട്ടാണ്. അന്ത്യദിനവും ഞാനും തമ്മിൽ ഇത്രയും അടുത്ത ബന്ധം ഉണ്ട് എന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതായത് ആരംഭ റസൂലിൻ്റെ ജനനവും വഫാത്തുമെല്ലാം അന്ത്യനാളിൻ്റെ അടയാളമാണ്. അന്നു മുതൽ തുടങ്ങിയതാണ് അന്ത്യനാളിൻ്റെ വലിയ വലിയ അടയാളങ്ങൾ കാണുവാനും പ്രദർശിക്കുവാനും
അതുപോലെ തന്നെ അതുമൂലം ജനങ്ങൾക്ക് വളരെയധികം അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുവാനുള്ള ഒരു നിദാനം അന്നു മുതൽ തുടങ്ങിയതാണ്. പൊതുവെ പ്രഭാഷകരും മറ്റുമെല്ലാം പ്രസംഗത്തിലൊക്കെ ആവർത്തിച്ച് പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കുറേ തെളിവുകളുണ്ട്, കുറേ അടയാളങ്ങളുണ്ട്. വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറയും, അതേപോലെ തന്നെ കുഴപ്പങ്ങൾ അധികരിക്കും, സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഒരു പുരുഷന് 50 സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീകൾ വളരെയധികം വർദ്ധിക്കും, മദ്യപാനം വർദ്ധിക്കും, വ്യഭിചാരം വർദ്ധിക്കും. പിന്നതേപോലെ തന്നെ അനവധി നിധികൾ കാണപ്പെടും, ആ നിധികളുടെ മേലിൽ പ്രശ്നവും വർദ്ധിക്കും, സമാധാനമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാതെയാവും, ഭരണകർത്താക്കൾ സമ്പത്തി വാരിക്കൂട്ടുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തും. അതേപോലെ തന്നെ നല്ല നല്ല ജനങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അർഹതയില്ലാത്ത അനർഹരായിട്ടുള്ള ആൾക്കാർ നേതാക്കളായിട്ട് മാറും, കെട്ടിടങ്ങളെല്ലാം ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കും, അതിനിടയിൽ പാവപ്പെട്ടവർ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പുരുഷന്മാർ സ്ത്രീകളെ അനുസരിച്ചു കൊണ്ടേയിരിക്കും. ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിൽ നേതാക്കളാവുകയും പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. ഭൂകമ്പങ്ങളും മറ്റുള്ള മാരികളെല്ലാം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. വിശ്വാസികൾ മുസ്ലിങ്ങൾ പലയിടത്തും പല രൂപത്തിൽ വേദനിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ വലിയ വലിയ അടയാളങ്ങളെല്ലാം നമ്മൾ കേട്ടവരാണ്. അതിലുപരി തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുമെന്നുള്ളതും ദജ്ജാൽ വരുമെന്നുള്ളതും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതും അതേപോലെ തന്നെ യഅജൂജ് മഅജൂജ് ദാബത്തുൽ അർദ് തുടങ്ങി ഭീകരമായിട്ടുള്ള ജീവികളും രൂപങ്ങളുമെല്ലാം വന്നുകൊണ്ട് പ്രയാസപ്പെടുത്തുമെന്നുള്ളതൊക്കെ. ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലും മനുഷ്യർ പീഡിപ്പിക്കപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ലോകാവസാനം വരിക എന്ന് വിശുദ്ധരായിട്ടുള്ള ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ലോകാവസാനം എന്ന് പറയുന്നത് അതിൻ്റെ അടയാളങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ വലിയ അടയാളങ്ങളെ കാണാൻ സാധിക്കും, ഇടത്തരമായിട്ടുള്ള അടയാളങ്ങളെ കാണാൻ സാധിക്കും, ചെറിയ അടയാളങ്ങളെ കാണാൻ സാധിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പല അടയാളങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും വഫാത്തും. വിശുദ്ധമായിട്ടുള്ള ഖുർആൻ അതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഖിയാമത്ത് നാളിൻ്റെ അടയാളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്. നബിയുടെ പ്രവാചകത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ കുഫാരിങ്ങൾ നബിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി, ആ ചന്ദ്രനെ ഒന്ന് പിളർത്തി തരുമോ എന്ന് ചോദിക്കുകയുണ്ടായി. വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനെ 2 കഷ്ണങ്ങളായിട്ട് ഭേദിപ്പിച്ച് കാണിച്ചു കൊടുത്തു. അതും ഖിയാമത്ത് നാളിൻ്റെ അവസാനമാണ്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയതാണ് വിശുദ്ധമായിട്ടുള്ള ഖുർആനിൻ്റെ ആയത്തുകളുടെയും മറ്റുമെല്ലാം സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഖിയാമത്ത് നാൾ. വലിയ വലിയ അടയാളങ്ങൾ വരാനിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബുഇസ്തു വസ്സാഅത്തു ഹാതൈനി കഹാതൈനി എന്ന് പറയുന്ന ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തന്നെ ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുമ്പുള്ള പ്രവാചകന്മാരെല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് കുല്ലു മൻ അലൈഹാ ഫാൻ, ഒന്നും നിലനിൽക്കൂല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നും സൂചിപ്പിച്ചിരുന്നു, എല്ലാം നശിച്ചു പോകും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി, പ്രവാചകരായിരുന്നല്ലോ. എല്ലാം നശിച്ചു പോകും, എല്ലാം മരണപ്പെട്ടു പോകും, സർവ്വജാല വസ്തുക്കളുമെല്ലാം ജീവനുള്ളതാവട്ടെ നിർജീവമായതാകട്ടെ എല്ലാത്തിനും അന്ത്യമുണ്ട് എന്ന് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ എല്ലാത്തിനും ടോട്ടലായിട്ട് ഈ ഭൂമിക്കും ലോകത്തിനും ഒന്നായിട്ട് അന്ത്യമുണ്ട്. അതാണ് അവസാന ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും ആവർത്തിച്ച് സൂചിപ്പിച്ച് ബോധ്യപ്പെടുത്തി തന്നതാണ് കുല്ലു മൻ അലൈഹാ ഫാൻ എന്നുള്ളത്. വിശുദ്ധമായിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖിയാമത്ത് നാളിൻ്റെ വലിയൊരു അടയാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൻ്റെ ചെറിയൊരു ഭാഗം, മൗത്തുൻ യന്തശിറു ബൈനൽ മുസ്ലിമീന കഖുആസിൽ ഉനം എന്ന് വിശുദ്ധമായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. നബിയുടെ കാലത്ത് ആട്ടിൻകുട്ടികളും ആടിൻ പറ്റങ്ങളുമെല്ലാം ചത്തൊടുങ്ങുന്ന ഒരു സമയമുണ്ടായി.
വെറുതെ ചെറിയ ചെറിയ രോഗം കാരണമായിട്ട് പാടെ ചത്തുപോകുന്ന ആയിരക്കണക്കിന് ആടുകൾ ചത്തൊടുങ്ങുന്ന ഒരു സമയമുണ്ടായി. ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങൾക്കിടയിൽ പോലും മരണം വ്യാപിക്കും. അതായത് തുടർച്ചയായിട്ട് പല രോഗങ്ങളാകട്ടെ, എന്തെങ്കിലും ഭീകരമായിട്ടുള്ള ഭൂകമ്പം, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വലിയ വലിയ കാരണങ്ങൾ കാരണമായിട്ട് മരണസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്താണിൻ്റെ വലിയൊരു അടയാളമായിട്ട് കാണിച്ചു തന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കോവിഡ് വ്യാപനവും അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളും. വളരെയധികം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസിയാകുമ്പോൾ അവൻ്റെ ചിന്തകൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ പതിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചിന്തയുടെ ഒരു അഗ്രഭാഗം കൊണ്ട് നാം ഈ വിഷയത്തെ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതെല്ലാം ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. ഒരു വർഷം കഴിഞ്ഞു, 1.5 വർഷം 2 വർഷത്തിലേക്ക് അടുക്കുകയാണ്. എന്നിട്ട് പോലും മനുഷ്യന് മാറ്റമില്ല, മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗം ഇവിടുന്ന് ഒരു വ്യതിചലനം കൂടാതെ അനങ്ങാതെ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അന്നത്തെ കാലത്ത്, ഏത് കാലമാകട്ടെ ആ കാലത്തെ എല്ലാ കാര്യങ്ങളും സിറ്റുവേഷൻസ് അങ്ങനെയായിരിക്കും. ഇന്നത്തെ മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അവർക്ക് വരുന്ന രോഗവും പരീക്ഷണവും അനുഗ്രഹവും എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. പേരില്ലാത്ത രോഗങ്ങൾ വർദ്ധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പേരില്ലാത്ത രോഗമെന്ന് പറയുമ്പോൾ ഇതുവരെ മനുഷ്യർ കേട്ടിട്ടില്ലാത്ത, ശിഫ പ്രതീക്ഷിക്കാൻ പോലും മനുഷ്യന് കഴിയാത്ത, ക്ഷമിക്കുമോ രോഗം മാറുമോ എന്ന് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ അത്രക്കും വലിയ ഭീകരമായിട്ടുള്ള രോഗങ്ങൾ. ഒരുപക്ഷെ ഇത് പുതിയ രോഗമായിരിക്കില്ല, പേരിന് മാറ്റമുണ്ടാകും, ചെറിയ ഘടനയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. ഇതേപോലുള്ള രോഗങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം വ്യാപനം അല്ലെങ്കിൽ മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വ്യാപനം ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇന്ന് അങ്ങനെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, മനുഷ്യൻ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൗർബല്യം മാത്രമാണ്. വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളമായിരിക്കും നമുക്ക് ഇറങ്ങുന്ന എല്ലാ ഭവിഷ്യത്തും എല്ലാ നിഅമത്തും. അതാദ്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ലോകാവസാനത്തിൻ്റെ വിശ്വാസം നമ്മളിൽ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഈ രോഗത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ സാഹചര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏത് രോഗമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഖദർ ഖദാ കൊണ്ട് ഇവിടെ സംഭവിക്കൂ. ലോകാവസാനത്തിൻ്റെ മറ്റു അടയാളങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ചില കാണപ്പെടുന്ന സാഹചര്യങ്ങളെ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാകും. മക്കളുടെയും മാതാപിതാക്കളുടെയും ബന്ധം, മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കും. പണ്ട് കാലങ്ങളിൽ ഇല്ലാത്ത വണ്ണം വൃദ്ധസദനങ്ങൾ കൂടി, അല്ലെങ്കിൽ മാതാപിതാക്കൾ പ്രയാസപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. കുറച്ചു മുമ്പ് ഒരു പത്രവാർത്ത ഞാൻ കാണാനിടയായി. ഒരു മാതാപിതാക്കൾ, ഒരു ഫാമിലി തൻ്റെ മകനെ അല്ലെങ്കിൽ തൻ്റെ മകളെ, തൻ്റെ കുഞ്ഞിനെ വെറും കള്ളുകുടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, മദ്യപാനത്തിന് വേണ്ടിയിട്ട് 25,000 രൂപക്ക് മറ്റുള്ളവന് വിറ്റു എന്ന്. ചെറിയ കുഞ്ഞിനെ വിറ്റു. ആ കാലഘട്ടമൊക്കെ പോയി. ഇതിപ്പം ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ആ കാലഘട്ടം പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നടക്കുന്നത് മാതാപിതാക്കളെ വിൽപ്പന നടത്തുന്ന, മാതാപിതാക്കളെ കൊലക്ക് കൊടുക്കുന്ന ഒരു മക്കളുടെ കാലഘട്ടമാണ്. മാതാപിതാക്കൾ മക്കളുടെ അടിമകളായിട്ട് മാറപ്പെടുന്ന കാലഘട്ടം വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇങ്ങനെ ഏതിടങ്ങളിലും മാതാപിതാക്കൾ പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെയൊക്കെ കാണുമ്പോൾ മാതാപിതാക്കൾ കരുതപ്പെടുന്ന ഒരു ഹദീസ് കാണാൻ പറ്റും. മാതാപിതാക്കൾ താനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു സമയം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരു ഫിത്നയൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് എങ്ങു നോക്കിയാലും കൊലപാതകം, എങ്ങു നോക്കിയാലും വ്യഭിചാരം. ഒന്ന് അങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ വ്യഭിചരിക്കുന്നു. അങ്ങനെ മനുഷ്യനറിയാതെ പറഞ്ഞു പോകും. ഒന്ന് മാറി നിന്ന് വ്യഭിചരിച്ചൂടെ, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് വ്യഭിചരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. അത്രത്തോളം ലജ്ജ നശിപ്പിക്കപ്പെടുന്ന, ലജ്ജ ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം. ഇത്തരത്തിൽ ഫിത്നയെല്ലാം വർദ്ധിക്കുമ്പോൾ
ശ്മശാനങ്ങളെ നോക്കി, ഖബറുകളെ നോക്കിയിട്ട് ഓരോ മനുഷ്യനും പറയുമത്രേ, ആ സ്ഥാനത്ത്, ആ ഖബറാളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖൂമു സ്സഅതു ഹത്താ യമുറ റജുലു ബിഖബർ റജുൽ ഫയഖൂൽ യാ ലൈതനി മകാന യാ ലൈതനി മകാന യാ ലൈതനി മകാന. ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാൽ എത്ര രക്ഷപ്പെട്ടേനെ, എത്ര നന്നായിരുന്നേനെ എന്ന് കരുതിക്കൊണ്ട് വിലപിക്കുന്ന സമൂഹം. മാതാപിതാക്കൾ കരയും, അള്ളാഹുവേ, ഈ ഖബറിൽ കിടക്കുന്ന ഈ മനുഷ്യൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നല്ലോ, എനിക്ക് ഇത്രത്തോളം പ്രയാസം സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു അവസ്ഥ സംജാതമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഏത് സ്ഥലത്ത് നോക്കിയാലും പീഡനം, അതുപോലെ തന്നെ വ്യഭിചാരം, കൊലപാതകം, കളവ്, മോഷണം, ഇതൊക്കെ ഒരു പതിവ് പല്ലവി പോലെ. പത്രം തുറന്നാൽ നിർബന്ധമായിട്ടും അതിനൊക്കെ ഒരു കോളം വേണമെന്ന തരത്തിൽ ഒരു പതിവ് പല്ലവിയാകുമെന്നാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാരും അതേപോലെ തന്നെ ഹദീസുമെല്ലാം വിശദീകരിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നത് അധികരിക്കുന്ന ഒരു സമയം, അതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം. അതായത് അവരോട് കൽപ്പിക്കും, അവരോട് ഈ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും അവരോട് കൽപ്പിക്കുന്ന, അവരോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം മുൻകാലത്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഒരു പണ്ഡിതൻ തൻ്റെ ഉമ്മാനെ കാത്തു നിൽക്കുന്ന ഒരു സന്ദർഭം ചരിത്രങ്ങളിൽ പരാമർശിക്കാറുണ്ട്. ഉമ്മ പാൽ ആവശ്യപ്പെട്ട സമയത്ത് പാല് കൊണ്ടുവന്നുകൊണ്ട് ഉമ്മാക്ക് കൊടുക്കുന്ന സമയത്ത് ഉമ്മ ഉറങ്ങിപ്പോയിരുന്നു. ആ ഉമ്മാനെ കാത്തിരുന്നുകൊണ്ട് രാവ് കഴിയുന്നത് വരെ, രാവിലെ വരെ ഉമ്മാനെ കാത്തു നിന്നുകൊണ്ട് പാൽ കയ്യിൽ പിടിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്ത ആ മകൻ്റെ കാലഘട്ടം കഴിഞ്ഞുപോയി. ഉമ്മാനെ വിളിച്ചാൽ മതിയായിരുന്നു, ഉമ്മാക്ക് പാല് കൊടുത്തിട്ട് ഉമ്മാനെ വീണ്ടും ഉറക്കിയാൽ മതിയായിരുന്നു. പക്ഷെ അതൊക്കെ ഉമ്മാക്ക് പ്രയാസവും, ഉമ്മാൻ്റെ ഉറക്കം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് അത്രത്തോളം സ്നേഹം പ്രകടിപ്പിച്ച, പ്രയാസപ്പെടുത്താത്ത മക്കളുടെ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇന്ന് ഉമ്മാനെ അടിക്കുന്ന, ഉമ്മാനെ പ്രയാസപ്പെടുത്തുന്ന, ഉമ്മാനെ ഏത് രൂപത്തിലേക്ക് പ്രയാസപ്പെടുത്താൻ പറ്റും, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മാനെ പ്രീണിപ്പിക്കുന്ന, ഉമ്മാനെ വേദനിപ്പിക്കുന്ന സമൂഹം സംജാതമായി കൊണ്ടിരിക്കുകയാണ്. ഉമ്മാനെ പ്രയാസപ്പെടുത്തുക, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക, വാപ്പാനെ വീടിൻ്റെ പുറത്തേക്ക് തള്ളിയിടുക, വീട്ടിൽ താനൊരു രാജാവാണ് എന്ന രൂപത്തിൽ ജീവിക്കുക, വെറും ഒരു അടിമകളെപ്പോലെ മാത്രം മാതാപിതാക്കളെ കണക്കാക്കുക. ഈ കാലഘട്ടമൊക്കെ കടന്നു പോയാൽ മാത്രമേ ഖിയാമത്ത് നാൾ സംഭവിക്കൂ. ഓരോ ജീവിതവും ശ്രദ്ധിക്കണം. മനുഷ്യൻ്റെ സമൂഹത്തിലെ ഓരോ ജീവിത ശൈലിയും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അയൽവാസിയുടെ വീടിൻ്റെ മുന്നിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. ഓരോ ചെറിയ പിഞ്ചു മക്കൾ പോലും ഉമ്മാനെ തെറിവിളിക്കുന്ന, ഉമ്മാനോട് ആക്രോശിക്കുന്ന, ഉമ്മക്ക് മേൽ ഒരു ഇരയെ കണ്ടതുപോലെ ചാടി വീണുകൊണ്ട് ചൂടാവുന്ന ഒരു സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുഷ്ടവിഭാഗത്തിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, നല്ല മക്കളെ തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം, തൻ്റെ മക്കളെ നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നന്നാക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുള്ളതാണ്, നന്നാവുക എന്നുള്ളത് മക്കൾക്കുമുള്ളതാണ്. സ്വന്തം കർത്തവ്യമെങ്കിലും നിറവേറ്റാൻ നാം ശ്രമിക്കണം. അതാണ് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. പ്രത്യേകം ശ്രദ്ധിക്കണം, മക്കളെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. മക്കളെ എവിടെയെങ്കിലും പോയി ചേർത്തിട്ട് കാര്യമില്ല, നല്ല മതസ്ഥാപനങ്ങളിൽ പോയിട്ട് പഠിപ്പിക്കണം. പഠിച്ചിട്ട് പിന്നെ വൈകേടിലായാൽ അവൻ തന്നെ ഉത്തരവാദിയാകൂ, മാതാപിതാക്കൾ രക്ഷപ്പെടുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്കുള്ള കർത്തവ്യം അതവർ നിറവേറ്റിയോ എന്നാണ് അള്ളാഹിൻ്റെ കോടതിയിൽ വെച്ച് ചോദിക്കപ്പെടുക. അതുകൊണ്ട് മക്കളെ നല്ലത് പഠിപ്പിക്കുക. നല്ലത് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ല സംസ്കാരത്തിൽ, നല്ല ജീവിത ശൈലിയിൽ, നല്ല ചിട്ടയിൽ ദീനീ ബോധത്തോടുകൂടി വളർത്തുവാനും അതുപോലെ തന്നെ ആ കാര്യത്തിൽ പരിപോഷണം നൽകാനും നാം തയ്യാറാകണം. എന്നാലേ അള്ളാഹിൻ്റെ കോടതിയിൽ വെച്ചിട്ട് മക്കൾ കാരണമായിട്ട് വിലപിക്കാതിരിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് സംജാതമാകൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു മക്കളെയും ആ മക്കൾ കാരണമായിട്ട് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന, നിദാനമാകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി ഇത്തരത്തിലുള്ള അടയാളങ്ങളെല്ലാം പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇദാ ബുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിർ സഅ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനർഹരായിട്ടുള്ള, ഒരിക്കലും അധികാരമേൽപ്പിക്കപ്പെടാൻ പറ്റാത്ത ആൾക്കാരിലേക്ക് അധികാരം, ഭരണകൂടത്തിൻ്റെ അധികാരം ഏൽപ്പിക്കപ്പെടും. ഈ സമയത്ത് ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുവീനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും ഒരു സാമ്പത്തികത്തിൻ്റെ പേരിൽ ഭരണാധികാരികളാകുന്ന,
വിജ്ഞാനം ഉണ്ടാകൂല. വിജ്ഞാനം ഉണ്ടായിട്ട് കാര്യമില്ല. അന്തം വേണമെന്ന് നമ്മൾ പറയാറുണ്ട്, ബുദ്ധി വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള ക്വാളിഫിക്കേഷനും ഒന്നും ഇല്ലാത്ത ഒരാൾ ഭരണത്തിലേറുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെടുകയാണ് സമൂഹം. നിശ്ചിത മതവിഭാഗക്കാർ മാത്രമല്ല, പൊതുസമൂഹം ഒന്നടങ്കം പീഡിപ്പിക്കപ്പെടുകയാണ്, വേദനിപ്പിക്കപ്പെടുകയാണ്. ഏത് രൂപത്തിലാണെങ്കിലും അങ്ങനെ വേദനിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ വളരെ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള അനവധി അടയാളങ്ങൾ ഖിയാമത്ത് നാളിനുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മതവിജ്ഞാനം കുറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതവിജ്ഞാനം അതിനുള്ള ശാഖകൾ അല്ലെങ്കിൽ സാധ്യതകൾ കൂടും. പക്ഷേ അതിൽ പഠിക്കുന്ന വ്യക്തികൾക്കുള്ള മതവിജ്ഞാനത്തിൻ്റെ അളവ് കുറയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് മതവിജ്ഞാനമെന്ന് പറയുമ്പോൾ മുതഅല്ലിം അല്ലെങ്കിൽ ഉസ്താദ് ആവണമെന്നൊന്നുമില്ല. മതവിജ്ഞാനം മദ്രസയിൽ പഠിക്കുന്ന ആൾക്കാർ മതവിജ്ഞാനം ബോധമുള്ളവരാണ്. പക്ഷേ പഠിച്ചിട്ട് ഒരു പ്രതിഫലവുമില്ലാത്ത, അതിൻ്റെ റിസൾട്ട് പോലും പൂജ്യമായിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥ, അതാണ് മതവിജ്ഞാനം കുറയുക എന്ന് പറയുന്നത്. വിജ്ഞാനത്തിൻ്റെ സാധ്യതകൾ വളരെയധികമുണ്ട്, പക്ഷേ വിജ്ഞാനം കുറയും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണ് മദ്രസകൾ മറ്റുമെല്ലാം ഉള്ളത്. മറ്റുള്ള ടോട്ടൽ പൊതുസമൂഹത്തിലേക്ക്, മറ്റുള്ള ഇന്ത്യ അല്ലെങ്കിൽ അതിലുപരിയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മതവിജ്ഞാനത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഖുർആൻ മാത്രമാണ്. ഖുർആൻ ഓതാൻ മാത്രമേ അറിയൂ. ഹദീസ് ചില കാര്യങ്ങൾ കേട്ടു എന്നല്ലാതെ അതിലുപരി അവർക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ അറിയണം എന്നുള്ളത് പോലും അറിയാത്ത അത്രക്കും മതവിജ്ഞാനം കുറയുന്ന ഒരു സമൂഹമാണ് കാണപ്പെടുന്നത്. മാത്രമല്ല ഭൗതിക വിജ്ഞാനങ്ങൾ വർദ്ധിക്കും. ഭൗതിക വിജ്ഞാനത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാടിച്ചെല്ലുകയും മതവിജ്ഞാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിലേക്ക് ആളുകളെ കിട്ടാതെ പോകുന്ന ഒരു സന്ദർഭം, അതാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളം. ഇന്ന് നോക്കിയാൽ മനസ്സിലാക്കും. മതപ്രഭാഷണം എന്ന് പറയുമ്പോൾ തന്നെ വളരെ നല്ല ഉസ്താദുമാരുടെ ക്ലാസ്സിലൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല. അധികം ആൾക്കാർ ഫാഷൻസിൻ്റെ പിറകെ പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മാത്രം കാണുന്ന ചില പ്രഭാഷകന്മാരുടെ പിന്നിൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വേദികളിലുള്ള അത്ര ജനസാന്നിധ്യം ഒരു മതവിജ്ഞാനത്തിൻ്റെ സദസ്സിൽ തീരെ കാണപ്പെടാതിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മുൻകാല പണ്ഡിതന്മാരെ അവഹേളിക്കപ്പെടുന്ന, മരണപ്പെട്ടു പോയ നല്ല ഉലമാക്കളെ പറ്റിയിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ, ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. മരണപ്പെട്ടവരെ നല്ലത് സ്മരിപ്പിക്കാനാണ്, അങ്ങനെ പെടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചെന്ന മാതൃക. മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നന്മകൾ മാത്രം പറയുക എന്ന് പഠിപ്പിക്കുന്ന സംസ്കാര ബോധമുള്ള മുസ്ലിങ്ങൾ എന്തുകൊണ്ട് മരണപ്പെട്ടവരെ സംബന്ധിച്ച് കുറ്റങ്ങൾ പറയുന്നു, അവരെ സംബന്ധിച്ച് മോശത്തരങ്ങൾ പറയുന്നു എന്നുള്ളത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള അടയാളങ്ങൾക്കൊന്നും നിദാനമാകുന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ധനസമൃദ്ധിയാൽ ദാനം സ്വീകരിക്കാൻ പോലും ആൾക്കാരില്ലാതെ വരും. ഒരു ഭാഗത്ത് ഭക്ഷണം കഴിക്കാൻ അന്നമില്ലാതിരിക്കുന്ന ഒരു സമൂഹം, മറുഭാഗത്ത് സമ്പത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ദൂർത്തടിക്കുന്നൊരു സമൂഹം. അപ്പോൾ നിശ്ചിത വിഭാഗം ആൾക്കാർ സമ്പത്ത് കൂടിയത് കാരണമായിട്ട് അയാൾക്ക് സമ്പത്ത് ആർക്ക് കൊടുക്കണമെന്നറിയില്ല. ദാനം സ്വീകരിക്കാൻ ആളില്ലാതെ വരുന്ന അത്രത്തോളം സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നൊരു സമയം. പടുകൂറ്റൻ മാളികകളുണ്ട്, പക്ഷേ സമാധാനം എന്തെന്നറിയില്ല, സത്യം എന്തെന്നറിയില്ല, എന്താണ് വിജയമെന്നറിയില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൗതിക സമൂഹം, ഇതാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഒട്ടകങ്ങളടക്കമുള്ള ജീവികൾ സംസാരിക്കാൻ തുടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്ന, എന്നാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ഒരു അടയാളമാണിത്. അതായത് ജീവനില്ലാത്ത നിർജീവമായിട്ടുള്ള വസ്തുക്കൾ ഇങ്ങനെ സംസാരിക്കുക. ഇത് നമുക്കറിയാൻ സാധിക്കും. ചെറിയ പാവക്കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ള ടോയ്സ്, ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പാട്ട് കേൾക്കുന്നു. അതായത് സത്യം പറഞ്ഞ ഒരു ഇമാജിനേഷനാണ്, അത് സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. നിർജീവമായിട്ടുള്ള വസ്തുക്കൾ, ഉപയോഗ വസ്തുക്കൾ, ചെറിയ ജമാതായിട്ടുള്ള നിർജീവമായിട്ടുള്ള ടോയ്സുകൾ, മറ്റുള്ള പാവകൾ, മറ്റുള്ള ചെറിയ മൃഗങ്ങളുടെ രൂപത്തിലുള്ള വസ്തുക്കൾ,
അതുപോലെ തന്നെ മൊബൈൽ ഫോണിന് ജീവമില്ല. ആ നിർജീവമായിട്ടുള്ള വസ്തു എത്രത്തോളം സംസാരിക്കുന്നു എന്നുള്ളത് ഞാൻ നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ പാട്ടാണ് ലഭിക്കുന്നത്, എന്തൊക്കെ ശബ്ദങ്ങളാണ് വരുന്നത്, അതൊക്കെ സംസാരിക്കുക എന്നുള്ളത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച കാര്യമാണ്. അന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂല. അന്നൊക്കെ ഒരു പാവക്കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ശബ്ദം വരിക, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വരിക, ഇതൊക്കെ അവരുടെ സങ്കല്പത്തിന് അപ്പുറമാണ്. ഇന്നല്ലേ നമുക്ക് ഇതൊക്കെ വളരെ വിരളമായിട്ട് തോന്നുന്ന, വളരെ വ്യാപകമായിട്ട് തോന്നുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീ നഫ്സീ ബിയദിഹി ലാ തഖൂമു സ്സഅതു ഹത്താ തുകല്ലിമു അസ്സിബാഉ വൽ ഇൻസ്. ഇങ്ങനെയുള്ള വേട്ടമൃഗങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ മനുഷ്യനോട് സംസാരിക്കുന്നത് വരെ, അതായത് ഈ ജീവികളും കണ്ടുപഠിക്കുകയാണ് മനുഷ്യൻ്റെ സംസാരങ്ങളെല്ലാം. ഇങ്ങനെ ഈ വിഷയത്തെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മൊബൈൽ ഫോൺ അടക്കമുള്ള ജീവികൾ, അതേപോലെ തന്നെ ടി വിക്ക് ജീവനില്ലാത്തൊരു വസ്തുവാണ് ടി വി. ഈ ടി വി പോലും സംസാരിക്കുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് നമുക്ക് നബിയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നിർജീവമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ശബ്ദിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഇനി എല്ലാം സംസാരിക്കും. റോബോട്ടിൻ്റെ കാലഘട്ടമാണ്, ഈ യുഗത്തിൻ്റെ കാലഘട്ടമാണ്. ഇലക്ട്രോണിക്കലായിട്ടുള്ള വസ്തുക്കൾ, മനുഷ്യൻ്റെ പകരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മനുഷ്യന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കൾ വരികയാണ്. റോബോട്ട് അടക്കമുള്ള കാര്യങ്ങൾ, മനുഷ്യൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള വസ്തുക്കൾ, സൃഷ്ടികൾ, ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് നബിയുടെ ഹദീസിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ഒരു പ്രതിരൂപമാണ് ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ലോകം. അപ്പോൾ അതിനെക്കുറിച്ച് വിശാലമായിട്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ചിന്തിക്കണം, മനസ്സിലാക്കണം. ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളം എടുക്കുകയാണെങ്കിൽ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തീരൂല. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞാൽ തീരൂല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തീരൂല. ഇങ്ങനെ ഓരോ അടയാളവും വിശദമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീരൂല. സമയത്തിൻ്റെ പരിമിതി മൂലമാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ഹ്രസ്വമായിട്ടുള്ള രൂപത്തിൽ ഇവിടെ വിശദീകരിച്ചത്. അപ്പോൾ ഈ വന്ന അടയാളങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുന്ന തെളിവുകളും എല്ലാം നമുക്കൊരു പാഠമാകട്ടെ. മനുഷ്യൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടേക്ക് ഓടി രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. യഖൂലുൽ ഇൻസാനു ഐനൽ മഫർ, എവിടെയാണ് അഭയകേന്ദ്രം, എവിടെ പോയിട്ട് നമുക്ക് ആശ്വസിക്കാമെന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പോലും എവിടെയാണ് നമുക്ക് ഒരു സേഫായിട്ടുള്ള സ്ഥലമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം, ഒരു അവസ്ഥ. ഇതാണ് ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളം. അപ്പോൾ നാം ഇതൊക്കെ ചിന്തിക്കണം, ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. വിശ്വാസി എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം. ഖിയാമത്ത് നാളെ അടുത്തിട്ടുണ്ട്. ഇഖ്തറബത്തി സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുമെന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവാണ് ഇത്തരത്തിലുള്ള ആയത്തുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരായിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട്, മരണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിന് വേണ്ടിയിട്ട് തയ്യാറാകണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ അമൽ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ, നമ്മുടെ മക്കളെ എങ്ങനെയൊക്കെ നമുക്ക് നല്ല രൂപത്തിലാക്കാൻ പറ്റുമോ, അതൊക്കെ നാം ചെയ്യണം. അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ചിട്ട് നാം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് മറുപടി ഇല്ലാതെ ഖേദിക്കപ്പെടുന്ന ഒരു സന്ദർഭം നമുക്കുണ്ടാവരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുലോക വിജയം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും വിജയിപ്പിക്കട്ടെ. സമയത്തിൻ്റെ പരിമിതി മൂലമാണ് ഇവരെ ചുരുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിനെയും അതുമായി ബന്ധപ്പെട്ട അമലുകളെയും സ്വീകരിക്കട്ടെ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അദീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുമ്മ അതിഖ് റിഖാബനാ വറിഖാബ ആബാഇനാ വഉമ്മഹാത്തിനാ മിനദ് ദുയൂനി വൽ മളാലിമി വന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശഅകുമുല്ലാഹു ബിസ്സലാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.